BBC ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലിയോടെക് സോളാർ സൊല്യൂഷൻസ് പവേർഡ് ബൈ മൈൽ ഫുഡ്സ്റ്റഫ്സ് മൂക്കന്നൂർ, ഗ്രാസിയ ടൂർസ് ആൻഡ് ട്രാവൽസ് നിയർ കൊച്ചിൻ എയർപോർട്ട് ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്. വെനസ്വേലയിൽ നിന്നും എണ്ണ വാങ്ങുന്നത് പരിഗണനയിൽ. വെനസ്വേല ഇന്ത്യയുടെ വ്യാപാര പങ്കാളി, കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം. വെനസ്വേല ഇന്ത്യയുടെ ദീർഘകാല വ്യാപാര പങ്കാളിയെന്ന് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം. വെനസ്വേലയിൽ നിന്നും എണ്ണ വാങ്ങുന്നത് പരിഗണനയിൽ. മുൻപും വെനസ്വേലയിൽ നിന്നും എണ്ണ ഇറക്കുമതി ചെയ്തിരുന്നു, എന്നാൽ പിന്നീട് അത് നിർത്തിയിരുന്നു. ഇന്ത്യയുടെ ഊർജ്ജ സ്രോതസ്സിൽ തീരുമാനമെടുക്കുക ഇന്ത്യക്കാരുടെ താൽപര്യം സംരക്ഷിച്ചാകുമെന്നും വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. വിപണി സാഹചര്യം മാറുന്നതനുസരിച്ച് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കും. റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നത് നിർത്തുമോ എന്ന കാര്യത്തിൽ വിദേശകാര്യ മന്ത്രാലയം വ്യക്തത വരുത്തിയില്ല. റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി നിർത്തുവാൻ ഇന്ത്യ സമ്മതിച്ചതായുള്ള ട്രംപിന്റെ അവകാശവാദത്തിൽ വാണിജ്യമന്ത്രിയുടെ പ്രസ്താവന വിദേശകാര്യ മന്ത്രാലയം ആവർത്തിച്ചു. ചുരിദാർ ധരിച്ചെത്തിയ അധ്യാപികയെ തടഞ്ഞ സംഭവം. സെക്യൂരിറ്റി ജീവനക്കാരനെതിരെ കേസെടുത്ത പോലീസ്. കൊല്ലം കൊട്ടാരക്കരയിൽ ചുരിദാർ ധരിച്ചെത്തിയ അധ്യാപികയെ തടഞ്ഞ സംഭവത്തിൽ സെക്യൂരിറ്റി ജീവനക്കാരനെതിരെ കേസെടുത്ത പോലീസ്. നെടുവത്തൂർ ഈശ്വരവിലാസം ഹയർ സെക്കൻഡറി സ്കൂളിലെ സെക്യൂരിറ്റി ജീവനക്കാരൻ ശശാങ്കനെതിരെയാണ് കേസ്. സെക്യൂരിറ്റിയുടെ നടപടി അധ്യാപികയുടെ അന്തസ്സിന് ഹാനി വരുത്തിയെന്നാണ് എഫ്ഐആർ. സംഭവത്തിൽ വിദ്യാഭ്യാസ വകുപ്പും അന്വേഷണം ആരംഭിച്ചു. സ്കൂളിലെ പ്രധാനാധ്യാപിക സിന്ധു എസ് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കൊട്ടാരക്കര പോലീസിന്റെ നടപടി. അനധികൃതമായ അധ്യാപികയെ സ്കൂളിൽ പ്രവേശിപ്പിക്കാതെ ഗേറ്റിന് മുൻപിൽ തടഞ്ഞത് ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയാണ് കേസ്. നിലവിൽ സ്കൂളിലെ സെക്യൂരിറ്റി ജീവനക്കാരൻ ശശാങ്കൻ മാത്രമാണ് കേസിലെ പ്രതി. ശശാങ്കനെ കൊട്ടാരക്കര സ്റ്റേഷനിൽ കൊണ്ടുവന്ന് അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചു. സംഭവത്തിൽ വിദ്യാഭ്യാസ വകുപ്പും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. സ്കൂൾ മാനേജറോട് വിദ്യാഭ്യാസ ഉപഡയറക്ടർ വിശദീകരണം തേടിയിട്ടുണ്ട് എന്നാണ് വിവരം. റാന്നിയിൽ കഞ്ചാവുമായി ഡോക്ടർ അറസ്റ്റിൽ. വിവരം ലഭിച്ചത് കഴിഞ്ഞ ദിവസം പിടിയിലായ ഡിവൈഎഫ്ഐ പ്രവർത്തകൻ അടക്കമുള്ള കഞ്ചാവ് സംഘത്തിൽ നിന്നും. റാന്നിയിൽ കഞ്ചാവുമായി ഡോക്ടർ അറസ്റ്റിൽ. പത്തനംതിട്ട സ്വദേശി ദേവി കൃഷ്ണനാണ് പിടിയിലായത്. പത്തനംതിട്ടയിലെ ഒരു സ്വകാര്യ ആശുപത്രിയിലെ ഡോക്ടറാണ്. കഴിഞ്ഞ ദിവസം പിടിയിലായ ഡിവൈഎഫ്ഐ പ്രവർത്തകൻ അടക്കമുള്ള കഞ്ചാവ് സംഘത്തിൽ നിന്നുമാണ് ഡോക്ടറെക്കുറിച്ചുള്ള വിവരം കിട്ടിയത്. കഞ്ചാവ് എത്തിക്കുവാൻ പണം നൽകിയത് ഡോക്ടറും സുഹൃത്തുക്കളും സ്ഥിരം കഞ്ചാവ് ഉപയോഗിക്കുന്നവരെന്നും പോലീസ് വ്യക്തമാക്കി. കഴിഞ്ഞ ദിവസമാണ് ഹൈബ്രിഡ് കഞ്ചാവുമായി ഡിവൈഎഫ്ഐ പ്രവർത്തകൻ ഉൾപ്പെടെ 2 പേർ പത്തനംതിട്ടയിൽ പിടിയിലായത്. സഞ്ജു മനോജ്, മുഹമ്മദ് ആഷിഖ് എന്നിവരാണ് പിടിയിലായത്. 2 കിലോ കഞ്ചാവ് ഇവരിൽ നിന്നും കണ്ടെടുത്തു. റാന്നി പെരുമ്പുഴ പാലത്തിന് സമീപം പോലീസ് ഡാൻസ് ഓഫ് സംഘം നടത്തിയ തിരച്ചിലിലാണ് ഇവർ പിടിയിലായത്. ഇരിഡിയം വിറ്റ് ലാഭമുണ്ടാക്കാമെന്ന് പറഞ്ഞ തട്ടിപ്പ്. 1 ലക്ഷം മുടക്കിയാൽ 1 കോടി കിട്ടുമെന്ന് വാഗ്ദാനം. വീട്ടമ്മയ്ക്ക് നഷ്ടമായത് 20 ലക്ഷം രൂപ. ഇരിഡിയം വിറ്റ് വൻ ലാഭം വാഗ്ദാനം ചെയ്ത വീട്ടമ്മയിൽ നിന്നും 20 ലക്ഷം കവർന്നതായി പരാതി. 1 ലക്ഷം മുടക്കിയാൽ 1 കോടിയായിരുന്നു വാഗ്ദാനം. തട്ടിപ്പ് നടത്തിയ തൊടുപുഴ സ്വദേശി ജിനു മാത്യുവിനെതിരെ പോലീസ് എടുത്ത കേസിൽ അനാസ്ഥയെന്നും ആരോപണം. നിരവധി പേർ തട്ടിപ്പിനിരയായിട്ടുണ്ടെന്ന് വീട്ടമ്മ ത്രേസ്യ മാധ്യമങ്ങളോട് പറഞ്ഞു. ഇരിഡിയം വിദേശത്ത് വിറ്റ് കോടികൾ സമ്പാദിച്ച് അതിൽ നിന്നുള്ള വിഹിതം നൽകുമെന്ന് വാഗ്ദാനം ചെയ്താണ് തട്ടിപ്പ് നടത്തിയത്. 2021 തൊടുപുഴ സ്വദേശി ജിനു മാത്യു പിറവം സ്വദേശിയായ വീട്ടമ്മയെ പരിചയപ്പെടുന്നത്. തുടർന്ന് പലപ്പോഴായി 20 ലക്ഷത്തോളം രൂപ കൈപ്പറ്റി. 1 ലക്ഷം രൂപയ്ക്ക് 1 കോടി ലാഭം എന്നതായിരുന്നു വാഗ്ദാനം. എന്നാൽ പിന്നീടാണ് വലിയ തട്ടിപ്പാണിതെന്ന് മനസ്സിലായത്. കടക്കെണിയിലായ പിതാവ് നിവൃത്തിയില്ലാതെ ഫോൺ വിറ്റു. കൊറിയൻ ഡ്രാമാസ് കാണാൻ പറ്റാത്തതിനാൽ 3 കുട്ടികൾ ജീവനൊടുക്കി. സംഭവം യുപിയിൽ. ഉത്തർപ്രദേശ് ഗാസിയാബാദിൽ 3 കുട്ടികൾ ജീവനൊടുക്കിയ സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. കുട്ടികൾക്ക് കൊറിയൻ സംസ്കാരത്തോട് അമിത താൽപര്യമുണ്ടായിരുന്നു എന്നാണ് കണ്ടെത്തൽ. കുട്ടികൾ ഉപയോഗിച്ച ഫോൺ പിതാവ് വിറ്റതോടെ കുട്ടികൾ അസ്വസ്ഥരായിരുന്നുവെന്നും അന്വേഷണത്തിൽ കണ്ടെത്തി. കുട്ടികൾക്ക് കൊറിയൻ പേരിൽ സമൂഹമാധ്യമ അക്കൌണ്ടുകൾ ഉണ്ടായിരുന്നതായും പോലീസ് പറഞ്ഞു. രാജ്യത്തെ ഞെട്ടിച്ച 3 കുരുന്നുകളുടെ ആത്മഹത്യയായിരുന്നു ഗാസിയാബാദിലേത്. സംഭവത്തിന് പിന്നാലെ രാജ്യം ഒന്നടങ്കം ആത്മഹത്യയുടെ പിന്നിലെ കാരണം തേടി. തുടക്കത്തിൽ ഗെയിം കളിക്കുന്നതിൽ നിന്നും മാതാപിതാക്കൾ വിലക്കിയതിൽ മനം നൊന്ത് ആയിരുന്നു ആത്മഹത്യ എന്നാണ് വിവരം. ഗെയിമിലെ ടാസ്കിന്റെ ഭാഗമായാണ് കുട്ടികൾ ആത്മഹത്യ ചെയ്തതെന്നായിരുന്നു പിന്നീട് പരന്ന വിവരം. ഒടുവിൽ കുട്ടികളുടെ ആത്മഹത്യാക്കുറിപ്പ് കണ്ടെടുത്തതോടെയാണ് ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തേക്കെത്തിയത്. കടക്കെണിയിലായ പിതാവ് വൈദ്യുതി ബില്ല് അടയ്ക്കുവാനായി കുട്ടികൾ ഉപയോഗിച്ചിരുന്ന ഫോൺ വിറ്റു. ഇതോടെ കൊറിയൻ ഡ്രാമാസ് കാണുവാൻ കഴിയാത്തതിൽ കുട്ടികൾ അസ്വസ്ഥരായിരുന്നു. കൊറിയൻ സംസ്കാരത്തോട് വല്ലാത്തൊരു അഭിനിവേശമായിരുന്നു കുട്ടികൾക്ക്. മരിയ, അലിസ, സിൻഡി എന്നീ പേരുകളിൽ 3 കുട്ടികൾക്കും കൊറിയൻ പേരിൽ സമൂഹമാധ്യമ അക്കൌണ്ടുകൾ ഉണ്ടായിരുന്നതായും പോലീസ് കണ്ടെത്തി. പുട്ടു രുചികരമാവണമെങ്കിൽ മയിലിന്റെ പുട്ടുപൊടി തന്നെ വേണം. അതിന് ചെമ്പാപ്പുട്ടാണെങ്കിലും അങ്ങനെ തന്നെ. മയിൽ റൈസ് ആൻഡ് ഫുഡ് പ്രൊഡക്ട്സ്, ശ്രേഷ്ഠം സമ്പുഷ്ടം. ശബരിമല സ്വർണ്ണക്കൊള്ള. എനിക്കെതിരെ ഒരു തെളിവും ഹാജരാക്കുവാൻ സതീശന് സാധിച്ചിട്ടില്ല. മൈക്ക് കാണുമ്പോൾ എന്തും വിളിച്ചു പറയുന്നു. കടകംപള്ളി സുരേന്ദ്രൻ.
ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെതിരെ രൂക്ഷ വിമർശനവുമായി കടകംപള്ളി സുരേന്ദ്രൻ എംഎൽഎ. മൈക്ക് കാണുമ്പോൾ എന്തും വിളിച്ചു പറയുന്ന ആളായി പ്രതിപക്ഷ നേതാവ് മാറി. തനിക്കെതിരെ ഒരു തെളിവും കോടതിയിൽ ഹാജരാക്കുവാൻ ഇതുവരെ വി ഡി സതീശന് സാധിച്ചിട്ടില്ല. മുൻപും പലരും ഈ കസേരയിൽ ഇരുന്നിട്ടുണ്ട്. ഇത്രയും അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്ന ആളെ കണ്ടിട്ടില്ലെന്നും കടകംപള്ളി സുരേന്ദ്രൻ വ്യക്തമാക്കി. വികസന പ്രവർത്തനങ്ങൾ അട്ടിമറിക്കുന്നു. പിറവം നിയോജക മണ്ഡലത്തിലെ എംഎൽഎക്കെതിരെ വ്യാപക പരാതി. പിറവം നിയോജക മണ്ഡലത്തിൽ ഇടതുപക്ഷ മുന്നണി കൊണ്ടുവരുന്ന വികസന പദ്ധതികൾ എംഎൽഎ അട്ടിമറിക്കുന്നതായി പരാതി. മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങളോട് പുറംതിരിഞ്ഞു നിൽക്കുന്ന സമീപനമാണ് എംഎൽഎയുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നതെന്നും ആരോപണമുണ്ട്. ജോസ് കെ മാണി നയിക്കുന്ന വികസന സന്ദേശയാത്രയുടെ പ്രചരണാർത്ഥം എൽഡിഎഫ് പിറവം മണ്ഡലത്തിൽ സംഘടിപ്പിച്ച സമ്മേളനത്തിലാണ് നേതാക്കൾ ആരോപണം ഉയർത്തിയത്. സംസ്ഥാനത്ത് വികസന മുന്നേറ്റമുണ്ടാകുമ്പോൾ പിറവം വികസന കാര്യത്തിൽ കിതയ്ക്കുകയാണെന്നും നേതാക്കൾ സമ്മേളനത്തിൽ ഉന്നയിച്ചു. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.